ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, പുണ്യനബി തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് സംസാരിക്കുമ്പോൾ വൈകുന്നേര സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യനബി തങ്ങൾക്ക് ബോധനം നൽകുന്നു. എന്താണ് പറയുന്നത്? ലം യബ്ഖി മിൻ ഉംരി ഹാദർ റജുലി ഇല്ലാ സാഅ. നബി അങ്ങാരോടാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മനുഷ്യന്റെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനി ഒരല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. അയാൾ മരണപ്പെടാൻ പോവാണ്. പുണ്യനബി തങ്ങൾ ആ സ്വഹാബി വര്യനെ ഈ വിവരം ധരിപ്പിക്കുന്ന നേരം ഫൽതറബർ റജുൽ, ആ സ്വഹാബി വര്യൻ വെപ്രാളപ്പെട്ടു. സ്വാഭാവികമാണ്, മരണപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് വെപ്രാളമുണ്ടാവാത്തത്? ആരാണ് ഈ പറയുന്നത് നിങ്ങൾ മരണപ്പെടാൻ പോകുന്നുവെന്ന്? ലോകത്തിന്റെ നേതാവാണ്, കളവ് പറയാത്ത നാവിന്റെ ഉടമയാണ് നിങ്ങൾ മരണപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. വെപ്രാളത്തോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി വര്യൻ ചോദിക്കുന്നുണ്ട്, ദുല്ലനീ അലാ ഔഫഖി അമലില്ലി ഫീ ഹാദിഹി സാഅതി യാ റസൂലല്ലാഹ്. ദുല്ലനീ, എനിക്ക് പറഞ്ഞു തരണം, അറിയിച്ചു തരണം. അലാ ഔഫഖി അമലില്ലി ഫീ ഹാദിഹി സാഅതി യാ റസൂലല്ലാഹ്, ഞാൻ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ അമലേതാണ്? ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ അമലേതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ? പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഇസ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ദാനധർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇസ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം. ആ സ്വഹാബി വര്യനോട്, ലോകത്തോട് വിട പറയാൻ പോകുന്ന മനുഷ്യനോട് മുത്തുനബി തങ്ങൾ നൽകുന്ന ഉപദേശമാണത്. നിങ്ങൾ ഇൽമ നേടണം, നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം. അങ്ങനെ ഫഷ്തഗല ബിത്തഅല്ലുമി വഖുബിദ ഖബ്ലൽ മഗ്രിബ്, ആ സ്വഹാബി വര്യൻ ഇൽമുമായി ജോലിയാവുകയും ആ ദിവസം മഗ്രിബാകുന്നതിന് മുമ്പേ ആ മനുഷ്യൻ, ആ സ്വഹാബി വര്യൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു എന്ന് ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതാണ് ഇൽമുമായി ജോലിയാവുക എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളൊരു നബിവചനമുണ്ട്, കുൻ ആലിമാ ഔ മുതഅല്ലിമാ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബാ വലാ തകുൻ ഖാമിസാ. വളരെ പ്രൗഢമായ ഒരു നബിവചനമാണത്. കുൻ ആലിമാ, ഒന്നുകിൽ നിങ്ങളൊരു ആലിമാവണം. ആലിമാവണം, എല്ലാവർക്കും ആലിമാകാൻ സാധ്യമാകണമെന്നില്ല. എന്നാലോ ഔ മുതഅല്ലിമാ, നിങ്ങളൊരു മുതഅല്ലിമാവണം, ഇൽമ പഠിക്കുന്നവനാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുതഅല്ലിമായ ഒരു മകനെ വാർത്തെടുക്കാൻ കഴിഞ്ഞ എത്ര രക്ഷിതാക്കളുണ്ട് നമ്മളിൽ, മുതഅല്ലിമായ ഒരു മകനെ. എന്നാൽ ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പുതിയ തലമുറ, ബാപ്പാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഒരു 4 ദിവസം ഒരാഴ്ച നിൽക്കണമെന്ന് പറയുമ്പോ വലിയ മടി കാണിക്കുന്ന മക്കളെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സങ്കടകരമാണത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ മരണപ്പെട്ടാലും ഇടയ്ക്കിടെ നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് അല്ലാ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന ഒരു മകനെ വാർത്തെടുക്കാൻ, ഒരു മകനെയെങ്കിലും മുതഅല്ലിമാക്കാൻ എന്റെ വാഴ് കേൾക്കുന്ന, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആദരണീയരായ ഉമ്മമാരെ, ബാപ്പമാരെ, നിങ്ങൾക്ക് കഴിയണമെന്ന് സാന്ദർഭികമായി ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഔ മുതഅല്ലിമാ, ഒന്നുകിൽ നിങ്ങൾ ആലിമാവണം, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവണം. അതിനും സാധ്യമാകാതെ പോയാൽ ഔ മുസ്തമിഅ, നിങ്ങൾ ആലിമീങ്ങൾ പറയുന്നത് കേൾക്കുന്നവരെങ്കിലും ആവണം.
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങളിൽ വന്ന് എന്താണ് ഉസ്താദ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. ഔ മുഹിബ്ബാ, മുത്തുനബി തങ്ങളുടെ വചനമാണിത്. ഇത് എന്റെ വകയായി ഞാൻ പറയുകയല്ല. മുസ്തമിആകണം, കേൾക്കുന്നവനെങ്കിലും ആവണം. അതിനും ഒരുപക്ഷേ ബിസിനസിന്റെ തിരക്കുകളാൽ, ജോലി തിരക്കുകളാൽ, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാടുന്ന തിരക്കിനിടയിൽ അതിനും സാധ്യമാകാതെ പോയാൽ ഔ മുഹിബ്ബാ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പള്ളി ദർസുകളെ, മദ്രസകളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ആവണം. ഔ മുഹിബ്ബാ, ഈ ഇൽമിനോട്, ഇൽമിന്റെ സംവിധാനങ്ങളോട് ഇഷ്ടമുള്ളവനെങ്കിലും ആവണം. വലാ തകുൻ ഖാമിസാ, നിങ്ങൾ അഞ്ചാമതൊരു വിഭാഗത്തിൽ പെട്ടുപോകരുത് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ, മദീനയുടെ രാജകുമാരനെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇൽമുമായി ബന്ധപ്പെടുന്നത് അതാണ്. ഒന്നുകിൽ ആലിമാവണം, അല്ലെങ്കിൽ മുത്തഅല്ലിമാവണം, അല്ലെങ്കിൽ ഇൽമു കേൾക്കുന്നവനെങ്കിലും ആവണം, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ളവനാവണം. ഏറ്റവും ചുരുങ്ങിയത് അതാണ്. ഭയങ്കര ഇഷ്ടം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് മാഷാ അല്ലാഹ്. ആലിമീങ്ങളോട് ഇഷ്ടം, ഉസ്താദന്മാരോട് ഇഷ്ടം, മുത്തഅല്ലിമീങ്ങളോടൊരിഷ്ടം. പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണത്. അത് ഖാലിഖായ റബ്ബിന്റെ ദീന് പഠിച്ചു എന്ന കാരണത്താലുള്ള ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ദീൻ പഠിച്ചവരാണ് എന്ന് കരുതി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നാടുകളിൽ ഭക്ഷണം നൽകുന്നവർ ഇതുപോലെയുള്ള വഅദിന്റെ പരിപാടികൾക്ക് പോകുമ്പോ താല്പര്യത്തോടെ ഇന്നത്തെ ഉസ്താദിന്റെ ഭക്ഷണം ഞാൻ നൽകാമെന്ന് പറഞ്ഞ് വീടുകളിൽ ഭക്ഷണം ഒരുക്കുന്ന ഉമ്മമാർ, വാപ്പമാർ, അവരൊക്കെ ആ ഇൽമിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ലാഹ് ഇന്നും പ്രിയ സഹോദരൻ, എന്റെ പ്രിയ സ്നേഹിതൻ ഹിജാസ് ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായ ഭക്ഷണം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഞങ്ങളെ ആദരിച്ചവർ, അവരെ എല്ലാവരെയും നീ ആദരിക്കണേ അല്ലാഹ്. എല്ലാവരുടെ വീടുകളിലും നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്.